ഹേ യാൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാത്ത ആവിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഡ്രൈ റോസ്റ്റും ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതാ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്ന സമയത്തുണ്ടല്ലോ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ ഒരു അണ്ടിപ്പരിപ്പ് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് കുറച്ച് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത്. ഞാനിവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആയതുകൊണ്ടാണ്. റോസ്റ്റഡ് സേമിയ ഉണ്ടെങ്കിൽ അങ്ങനെ റോസ്റ്റ് ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഗീ ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട. ഓൾറെഡി നമ്മൾ അണ്ടിപ്പരിപ്പെല്ലാം റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗീ ഒഴിച്ചിരുന്നല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഗീ വേണ്ട. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സേമിയ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അതിൻ്റെ ഫ്ലേവർ അങ്ങനെ മാറിപ്പോവുമല്ലോ. ഇനി ഇതാ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയ സമയത്തുണ്ടല്ലോ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിക്കുന്നത്. 1 കപ്പ് സേമിയക്ക് 1 കപ്പ് വെള്ളം എന്നുള്ളൊരു മെഷർമെൻറ്റിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. കൂടിക്കഴിഞ്ഞാൽ സേമിയൻ്റെ ഒരു ഫ്ലേവറേ മാറിപ്പോവും. ഫുഡ് കളർ ഉണ്ടെങ്കിൽ, യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നത് വരെ ഉണ്ടല്ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, 2 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയയിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളയിൽ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്തുണ്ടല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണേ. പാൻ്റെ ചൂടിനങ്ങനെ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പഴമാണ് കേട്ടോ. കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണം. തീരെ അങ്ങനെ പഴുപ്പത്താത്ത പഴം എടുക്കരുത് കേട്ടോ, അന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ കായ്പോളക്കെല്ലാം കട്ടാക്കൂലേ, അതെല്ലാം പോലെ കട്ടാക്കി എടുക്കാം. 4 പീസാക്കിയിട്ട് കണ്ട, ഞാനിപ്പോൾ കട്ട് ചെയ്ത പോലെ 4 എണ്ണം ഒക്കെ ഉണ്ടല്ലേ. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് 2 പഴവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ കായ്പോളൻ്റെ ഒരു വേറെ വേർഷനാണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് സേമിയ ആഡ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നു മാത്രമേ ഉള്ളൂ. കായ്പോളൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർ കാണണം, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴമുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പഴുത്ത പഴയതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടല്ലോ. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനുണ്ടല്ലോ പഴം 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തേങ്ങയും പഴമെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, 1 നുള്ളോളം മതി. ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം ചേർത്തു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമല്ല ഏലക്കായൻ്റെ ഫ്ലേവർ, അതുകൊണ്ട് കുറച്ച് ചേർത്ത് തന്ന്. എന്നിട്ട് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഇതിലേക്ക് വേറെ ഇനിയൊന്നും ചേർക്കൊന്നും വേണ്ട, ഇത്ര തന്നെ മതി. ഒരു ഗോൾഡൻ കളർ ആവൂലേ പഴം, അതുവരെ ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പഴവും തേങ്ങയിലും നല്ല മിക്സായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പഴം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ മുട്ടയിലാണെങ്കിൽ 5 മുട്ട അങ്ങനെ എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യം വലിയ മുട്ട ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. എന്നിട്ട് ഈ മുട്ടയിലേക്ക് ആവശ്യമുള്ളത്ര മധുരം ചേർത്ത് കൊടുക്കാം. 1 മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് എടുത്തത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഞ്ചസാരയിലൊന്ന് മെൽറ്റാകുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. എഗ് ബീറ്ററൊന്നും വെച്ചിട്ട് അങ്ങനെ അടിച്ചെടുക്കേണ്ടൊന്നും ആവശ്യമില്ല. വിസ്കോ ഫോർക്കാറ്റം വെച്ചിട്ട് ഇതിങ്ങനെ മിക്സാക്കി എടുക്കാം. എന്നിട്ടിതാ മുട്ടയിലേക്കുണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കട്ട പിടിച്ച പോലെയാണ് കേട്ടോ ഉണ്ടായാൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാണല്ലോ.
എന്നിട്ട് അത് മുട്ടയിലിട്ടതിനകത്ത് തന്നെ റെഡി ആവുക. ഇതിങ്ങനെ വിട്ട് വിട്ട് വന്നോളും. മുട്ടയിലിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേറെ മാറ്റി വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കായ്പോളയിലെല്ലാം വേറെ അതിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് വേറെ മാറ്റി വെക്കെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. അതിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതെടുക്കാം കേട്ടോ. പഴവും സേമിയും മുട്ടയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഈ മിക്സ് ഉണ്ടല്ലോ കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണെല്ലാം വെച്ചിട്ട് സ്പൂണോട് ചെയ്യലാണ് കുറച്ചും കൂടി ഈസി. എന്നിട്ട് നമുക്ക് ഈ സമയത്തുണ്ടല്ലോ വേണമെങ്കിൽ നട്ട്സ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലും മതിയേ. ഏതായാലും നിങ്ങളിൽ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതാ ഒരു ഇഡ്ഡലിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും ചെയ്ത് കൊടുക്കണം. എന്നിട്ടിതാ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇഡ്ഡലി തട്ടിലേക്ക് 4 ഭാഗത്തേക്കും അങ്ങനെ വെച്ച് കൊടുക്കാമേ. ഫുള്ളായിട്ട് അങ്ങനെ വെക്കണ്ട, കുറച്ച് ഭാഗം അങ്ങനെ ബാക്കി വെച്ചാൽ മതി. നമ്മൾ ഇഡ്ഡലിലും ഒഴിക്കില്ലേ, ഇഡ്ഡലിൻ്റെ മാവെല്ലാം ഒഴിക്കില്ലേ, അതിലും പോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പഴത്തിൻ്റെ എല്ലാം മിക്സി കംപ്ലീറ്റ് ഈ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലുണ്ടല്ലോ ബ്ലാക്ക് റൈസിൻസ് ഉണ്ടല്ലോ, കറുത്ത മുന്തിരി, അത് കറുപ്പന്നെ വേണമെന്നില്ല, മറ്റേ സാധാ നമ്മൾ റൈസിൻസ് ആയാലും മതി. എന്നിട്ട് ഇതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണാനുള്ള ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇതില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു മിക്സിലുണ്ടല്ലോ, മിക്സിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതും ഇങ്ങനെ മേലെയാണ് വെച്ച് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടിക്കഴിഞ്ഞാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവല്. ഇങ്ങനത്തെ റെസിപ്പീസിലെല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനെല്ലാം കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവല്. ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിലെല്ലാം ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ സമയത്തുണ്ടല്ലോ അതിൻ്റെ ഇഡ്ഡലിൻ്റെ ആ ഒരു പോട്ടിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിൽ വെച്ച് കൊടുത്തിട്ടില്ല. അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് 2 എണ്ണത്തിലും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഞാൻ കറക്റ്റ് 10 മിനിറ്റാണ് കേട്ടോ വെച്ചത്. കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇൻഷാല്ലാ ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും പറഞ്ഞാൽ കായ്ക്കുംസ് എന്നെല്ലാം കായ്പോളയിൽ നിന്നെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. എപ്പോൾ നമ്മൾ ഒരേപോലെ തന്നെയല്ല കഴിക്കുന്നത്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, ഒരു ഡിഫറെൻറ്റ് ലുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ വീട്ടിൽ പെട്ടെന്നെല്ലാം ഗസ്റ്റ് വന്നാലും റമളാനെല്ലാം ആക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല വെറൈറ്റി, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല റെസിപ്പീസെല്ലാം ആയിട്ട് വരുന്നവരേക്കും see you all.